ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഉലക നായകൻ എന്നറിയപ്പെടുന്ന ആരെയാണെന്നറിയാം? ഉലക നായകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? കമലഹാസനെയാണ്. കമലഹാസനാണ് ഉലക നായകൻ എന്ന് അറിയപ്പെടുന്നത്. നടികർ തിലകം എന്നറിയപ്പെടുന്ന ആരെയാണ്? നടികർ തിലകം എന്നറിയപ്പെടുന്നത് ശിവാജി ഗണേശനെയാണ്. ശിവാജി ഗണേശന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഒരു നടൻ കൂടിയാണ് ആര്? ഒരു അനശ്വരനായ നടൻ കൂടിയാണ് ആര്? ശിവാജി ഗണേശൻ. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് നടികർ തിലകം എന്നാണ്. നടികർ തിലകം ശിവാജി ഗണേശൻ. അതുപോലെ തന്നെ കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന ആരാണ്? കാതൽ മന്നൻ എന്നറിയപ്പെടുന്നത് ജമിനി ഗണേശനെയാണ്. ജമിനി ഗണേശനാണ് കാതൽ മന്നൻ എന്നറിയപ്പെടുന്നത്. സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്. സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്നത് രജനീകാന്തിനെയാണ്. രജനീകാന്താണ് സ്റ്റൈൽ മന്നൻ എന്ന് അറിയപ്പെടുന്നത്. രജനീകാന്തിനും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാദുഷാ എന്നറിയപ്പെടുന്ന ആരാണ്? ബാദുഷാ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഷാരൂഖ് ഖാനെയാണ്. ഷാരൂഖ് ഖാനാണ് ബാദുഷാ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ബോളിവുഡിൽ ഷാരൂഖ് ഖാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര തരംഗമാണ്. ഷാരൂഖ് ഖാൻ ബോളിവുഡിൻ്റെ ഇന്ത്യൻ സിനിമയുടെ അമരത്ത് ഉള്ള ഒരു നടൻ തന്നെയാണ് ഷാരൂഖ് ഖാൻ. അതുപോലെ ഷാരൂഖ് ഖാൻ ബാദുഷാ എന്നറിയപ്പെടുന്ന ആരാണ്? ഷാരൂഖ് ഖാനെയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ കൂടിയാണ്. ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ്റെ വീട്ടുപേരെന്ന് പറഞ്ഞാൽ മന്നത്ത്. ഈ മന്നത്ത് എന്ന് പറഞ്ഞ വീട് എവിടെയാണ്? മുംബൈയിലാണ്. അതുപോലെ തന്നെ ഷരൻഷാ എന്നറിയപ്പെടുന്ന ആരാണ്? ഷരൻഷാ എന്നറിയപ്പെടുന്നത് അമിതാഭ് ബച്ചനെയാണ്. ആരാണ്? അമിതാഭ് ബച്ചനെയാണ്. അമിതാഭ് ബച്ചൻ്റെ വീട്ടുപേരാണ് പ്രതീക്ഷ വീട്ട് അമിതാഭ് ബച്ചൻ്റെ വീട്ടുപേരായിരുന്നു. അതുപോലെ അമിതാഭ് ബച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതീക്ഷ വീട്ടുപേർ തന്നെയായിരുന്നു, മുംബൈയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നടനവിസ്മയം എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാനാണ്. ആരാണ്? മോഹൻലാൽ. മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാലാണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഇത് ഓർത്ത് വെച്ചാൽ പരീക്ഷകൾക്ക് ചിലപ്പോൾ ഉപകരിച്ചേക്കാം.